നമസ്കാരം. എൻട്രാക്കട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് ശ്രീ രംഗനാഥർ തിരുക്കോയിൽ എന്ന ഒരു ആർക്കിടെക്ചർ വിസ്മയമാണ്. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. നമ്മൾ പടികൾ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലായി കാണുന്നതാണ് ഈ ക്ഷേത്രം. നാമക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് 2 കിലോമീറ്ററാണ് ദൂരം. ക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് ആ കാണുന്ന വലിയ മലയുടെ മുകളിൽ കാണുന്നതാണ് പ്രശസ്തമായ നാമക്കൽ കോട്ട. അവിടേക്ക് നമ്മൾ ഈ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം പോകുന്നുണ്ട്. ഇതൊരു പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിത പ്രദേശമാണ്. 2 ഭാഗത്തും ബോർഡുകളുണ്ട്. പിന്നെ ഇവിടെ വലിയ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഗേറ്റ് ഒക്കെ ഈ അടുത്ത കാലത്ത് വെച്ചതായിരിക്കാം. ഈ ഭാഗത്തും ഒരു ബോർഡുണ്ട്. അപ്പൊ ASIയുടെയും അതുപോലെ സ്റ്റേറ്റ് പുരാവസ്തുവിന്റെ കീഴിലും ആയിരിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ കാണുന്ന ഈ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ള ഈ പടികള് അത് പിന്നീട് ചെയ്തതാണ് തോന്നുന്നു. ഇവർ മെയിൻറ്റെയിൻ ചെയ്തതായിരിക്കാം. കാരണം ഇതിന്റെ ഇടയിൽ സിമെന്റ് ഒക്കെ കാണാനുണ്ട്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നിറയെ പാറക്കെട്ടുകൾ അതുപോലെ തന്നെ കുന്നുകളൊക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ഈ പടി എന്ന് പറയുന്നത് 100ഓളം പടികളുണ്ട്. ഈ 100ഓളം പടികൾ കയറിയിട്ട് വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. അപ്പൊ എന്താ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ തരാം. അതായത് ഈ ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രമാണ്. പടികൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കയറാൻ. പക്ഷെ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ പതുക്കെ ഇടയിലൊന്ന് വിശ്രമിച്ചിട്ടൊക്കെ കയറി പോകാവുന്നതേ ഉള്ളൂ. ചെറിയ ഉയരം കുറഞ്ഞ പടികളാണ്. അപ്പൊ നോക്കൂ, ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ട് നമ്മളിപ്പോ കേരളത്തിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഒരു ധ്വജസ്തംഭമുണ്ട്. അത് പഴയ സ്റ്റൈലാണ്. ഈ ധ്വജസ്തംഭത്തിന്റെ തൊട്ട് മുന്നിലായിട്ട് ഗരുഡ ആൾവറുടെ ഒരു സന്നിധി ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് പിന്നീട് ഉണ്ടാക്കിയതാണെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇതിന്റെ തൂണുകളിലൊക്കെ ചിത്രപ്പണികളുണ്ട്. ഇത് മുഖമണ്ഡപമാണ്. ഈ മുഖമണ്ഡപത്തിന്റെ ഓരോ തൂണിലും ഒരുപാട് ചിത്രപ്പണികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ആർക്കിടെക്ചർ വ്യത്യാസമുണ്ട്. കാരണം ഈ മുഖമണ്ഡപം പിന്നീട് വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് അത്ര പണി കഴിപ്പിച്ചു. അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചർ ഈ ബാമിനി ആ പ്രദേശത്തെ കമ്പിയൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ബ്ലോക്കുകളൊക്കെ കണ്ടോ, വലിയ വലിയ ബ്ലോക്കുകൾ. ഇതിന്റെ അകത്ത് മരത്തിന്റെ ഒരു വാതിൽ ഒഴികെ വേറെ ഒന്നുമില്ല. എല്ലാം കല്ലാണ്, കരിങ്കല്ലുകളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചത് കൊങ്ങു ഭരണാധികാരികളായിട്ടുള്ള ആദിയാമൻ രാജാക്കന്മാരുടെ കാലത്താണെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇതാണ് തായർ സന്നിധി. ഈ തൂണുകളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തൂണിൽ നിന്ന് ചെറിയ തൂണ് വേറെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ മരങ്ങളുടെ പോലെയാണ് ഇത് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ വാതിൽ ശ്രദ്ധിച്ചോ, അതിന്റെ വാതിലില് അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വാതിലിന് ഞാൻ ഈ വാതിലിന്റെ അവിടെ എടുക്കുമ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാർ വീഡിയോ ഉള്ളിൽ എടുക്കരുത് എന്ന് പറഞ്ഞു. അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. എന്നാലും ഒരു ക്ഷേത്രത്തിന്റെ പവിത്രത നമ്മൾ മാനിക്കണം. അതുകൊണ്ട് ഞാൻ അകത്തെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ കണ്ടോ, ആ പാറയോട് ചേർന്നിട്ടാണ്, പാറയുടെ ഉള്ളിലാണ് തുരന്നിട്ട് ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ ശ്രീകോവിലെ 3 ദീർഘചതുരാകൃതിയിലുള്ള സെല്ലുകളാണ് അതിലുള്ളത്. അപ്പോ വിഷ്ണു അനന്തശയനത്തിൽ കിടക്കുന്നതാണ് അതിന്റെ അകത്തുള്ളത്. ഈ പാറയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഈ ടാങ്കിൽ ഇവിടെ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ടാണ്. ഇതിന്റെ അടുത്ത് മരങ്ങളും ചെറിയകളൊക്കെ വെച്ച് പിടിപ്പിക്കുക, നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അറയ്ക്കുള്ളില് 2 തൂണുകളും 2 ചതുര സ്തംഭങ്ങളുമാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ മുകളിലായിട്ട് നൃത്തം ചെയ്യുന്ന ദേവതമാരുണ്ട്. പിന്നെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്ന പരിചാരകരുണ്ട്. അതൊക്കെയാണ് അതിന്റെ ചിത്രം. ഇതൊരു ബലിക്കല്ലാണ്. ഇപ്പൊ വിളക്കിന്റെ ഒരു സ്തംഭം ഇവിടെ കാണാം ഇതിന്റെ നേരെ മുന്നിൽ. ഈ ക്ഷേത്രത്തിലെ അസാധാരണത്വം എന്ന് പറയുന്നത് ഇതിലെ സർപ്പം ആദിശേഷനല്ല അത്രേ, കാർക്കോടകനാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിലെ കൊത്തിവെക്കപ്പെട്ട ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഭഗവാന് വേണ്ടി ആകാശത്തു നിന്ന് ദേവതമാർ സംഗീതം ആലപിക്കാൻ വേണ്ടി വരുമ്പോൾ മഹാവിഷ്ണുവിന്റെ
പൊക്കിൾ കൊടിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള താമരയിൽ ഇരിക്കുന്ന സൂര്യഭഗവാനും മാർക്കണ്ഡേയനും നാരദരും അതുപോലെ തുമ്പര്, ബ്രഹ്മാവ് എന്നിവരുടെ ചിത്രങ്ങളാണ്. ഈ തുമ്പര് എന്ന് പറയുന്നത് ഗന്ധർവന്മാരിലെ ഏറ്റവും പ്രമുഖനായ മ്യൂസീഷ്യനാണ്. അതുപോലെ വിഷ്ണു ഭഗവാനിൽ നിന്ന് ഉയർകൊണ്ട രാക്ഷസന്മാരായ മധുവും കൈതമ്പയും വിഷ്ണുവിന്റെ കാൽക്കൽ നൃത്തം ചെയ്യുന്ന ചിത്രവും ഉണ്ട്. ഇത് ലക്ഷ്മി ദേവി ക്ഷേത്രമാണ്. ഇവിടെയും ഇതേപോലെ പാറയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചക്രം അത് എന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവര് കമന്റ് ചെയ്യുക. രംഗനാഥർ സ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളില് വേറെയും ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് ഈ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വാമനൻ 2 അടി അളന്നതിന് ശേഷം 3-ാമത്തെ അടി മഹാബലിയുടെ തലയിൽ വെച്ച് ഭൂമിയിലേക്ക് താഴ്ത്തുന്ന ചിത്രമാണ്. പിന്നെ നരസിംഹമൂർത്തിയുടെ ഒരു പ്രതിമ ഉണ്ട്. പക്ഷെ ഈ തീമുമായിട്ട് അതിന് ബന്ധമില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്നു എന്നറിയില്ല. ഒരു പക്ഷെ അവതാരം എന്ന നിലയ്ക്ക് ഉണ്ടാക്കിയതായിരിക്കാം. ഈ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലാണ് ഈ കാണുന്നത്. ഇത് പിന്നീട് നിർമ്മിച്ചതാകാനാണ് സാധ്യത. ഇത് ഗുഹാക്ഷേത്രമല്ല, പക്ഷെ ഇത് കല്ല് വെട്ടി ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നില്ല. ഗുഹാക്ഷേത്രം രംഗനാഥർ സ്വാമി ക്ഷേത്രമാണ്. ഈ വെള്ളത്തിൽ ഒരു പായലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. വേറെ വല്ല താമര വല്ല വെച്ച് പിടിപ്പിക്കാനുള്ള പരിപാടി ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഇത് ക്ഷേത്രത്തിന്റെ പുറകുവശമാണ്. ഇവിടെ ഒരു പ്രതീകാത്മകമായ ഒരു ഡോറുണ്ട്, ഒരു വാതിലുണ്ട്. ഇതിന്റെ അടിഭാഗം ശ്രദ്ധിക്കൂ, കണ്ടോ? ഇതൊക്കെ നമ്മൾ കൈത്തളിയിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ, അതുപോലെ ആണ് ഇതിന്റെ പ്ലിന്ത്, അതിന്റെ അടിഭാഗം. ഇത് സാമ്യമുണ്ട്, അതാണ് പറയാൻ കാരണം. അവിടെ പലവന്മാരായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് പറയാൻ കാരണം. ഇവിടെ ഒരു കൽത്തൊട്ടി ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു ഓവുണ്ട്. അകത്ത് വിഗ്രഹം കഴുകി വരുന്ന വെള്ളം ഇവിടെ ശേഖരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഏറ്റവും മുകളിൽ കുറെ ദേവതമാരുടെ ചിത്രങ്ങൾ ഇതുണ്ട്. പിന്നെ ഒരു പ്രതീകാത്മകമായ ഒരു ഡോർ ഇവിടെയുണ്ട്. അപ്പൊ 3 പുറത്തൊരു ഡോറുണ്ട്. പിന്നെ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു പാലം കാണാനുണ്ട്. അത് പൂജാരിക്ക് ഇറങ്ങി കയറാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇത് ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രമാണ്. ഇത് പിന്നെ പണി കഴിപ്പിച്ചതാണെന്ന് തോന്നുന്നു. രംഗനാഥ ക്ഷേത്രത്തിലെ ചുമരില് ആദിയാനാഥ വിഷ്ണുഗ്രഹം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ രാജാവായ ഗുണശീലനാണ് അത് നിർമ്മിച്ചതെന്നാണ് അത്രേ. പിന്നെ ഇത് 8-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് കേട്ടോ രംഗനാഥ ക്ഷേത്രം. ഇത് പിന്നീട് പണി കഴിപ്പിച്ചത് തോന്നുന്നു. ഇതിന്റെ മുകളിൽ ഇത് അതിനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഭീമൊന്ന് നോക്കൂ, ഇതൊക്കെ കരിങ്കല്ലാണ്. എങ്ങനെയായിരിക്കും ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടാവുക? ഇതിന്റെ തൂണിന്റെ മുകളിൽ കണ്ടോ? അപ്പൊ ഈ കല്ലുകളിലൊക്കെ തൂണായിട്ട് അതിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അവിടുത്തെ പോലെയുള്ള തൂണുകളല്ല ഇവിടെ. അവിടെ കുറച്ചും കൂടി ആർഭാടമാണ്. ഇതില് കുറച്ച് ഫിനിഷ് ചെയ്യാത്ത കുറച്ച് തൂണൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, പല ചിത്രങ്ങളും പരിപൂർണമായിട്ടില്ല. അപ്പൊ ഇതിനടിയിൽ ശാലപഞ്ചികമാരുടെ 2-3 ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ശാലപഞ്ചികമാര്. അത് അവിടുന്ന് ഇങ്ങോട്ട് കൊത്തി വന്നതായിരിക്കും എന്ന് തോന്നുന്നു. ബാക്കിലെ ഈ ഭാഗത്തൊക്കെ കാര്യമായിട്ട് വർക്ക് ആയിട്ടില്ല. ഇതിന്റെ അപ്പുറത്തായിട്ടൊരു തൂണുണ്ട്. ആ തൂണ് ഫിനിഷ് ആയിട്ടില്ല എന്നുള്ളത് അതിന്റെ താഴത്തെ ഒരു കട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ വലിയ പാറ അല്ലെങ്കിൽ ഈ കുന്നിന്റെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് ആഞ്ജനേയ ക്ഷേത്രം, നരസിംഹ ക്ഷേത്രം ഒക്കെ ഉള്ളത്. അതിന് മേൽക്കൂരയില്ല കേട്ടോ ആ ക്ഷേത്രം. അവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ വണ്ടി നിർത്താൻ യാതൊരു മാർഗ്ഗവും ഇല്ലാതെ അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത്. ഇത് കിഴക്ക് വശമാണ്. അപ്പൊ ഇവിടെ വിഷ്ണു ഭഗവാനും അതുപോലെ ലക്ഷ്മി ദേവിയും കിഴക്കോട്ട് തിരിഞ്ഞാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നാമക്കല്ല് ടൗൺ മൊത്തം കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു തുളസിത്തറയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ അതായത് ആ കാണുന്നതാണ് ഫോർട്ട്, ഏറ്റവും മുകളിൽ. നമുക്ക് അവിടേക്ക് കയറണം. ഫോർട്ടിലേക്കുള്ള വഴി ഇനി കണ്ടുപിടിക്കണം. നമ്മൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇതിന്റെ മുന്നിലുള്ള ടൗണാണ്. ഇവിടെ പാർക്കിംഗ് ആയിട്ടുള്ള സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കട തുറന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മുന്നിൽ നിർത്തിയതാണ്. പക്ഷെ ഉള്ളിലേക്ക് കയറ്റിയിട്ടൊക്കെ നിർത്താം. പക്ഷെ ഇവിടെ അല്ല പാർക്കിംഗ് ഉള്ളത് പേ പാർക്കിംഗ് ഉള്ളത് ഫോർട്ടിന്റെ താഴത്തുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഫാർമേഴ്സ് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വെക്കുന്നതാണോ അതല്ല ഹോൾസെയിലിൽ നിന്ന് മേടിച്ച് വെക്കുന്നതാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. നല്ല വിലയുണ്ട്. നമ്മൾ കേരളത്തിനെക്കാട്ടിലും വില കൂടുതലായിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. വെറുതെ ഇതിൽ കൂടെ ഒന്ന് നടന്ന് നോക്കാം.
വില കേൾക്കുമ്പോൾ ഇത് ഇവിടെ തന്നെയുള്ള ഇത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിൽക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം നാട്ടിലുള്ള ഇതിനെക്കാട്ടും വില കൂടുതലായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നത്. ഒരു പക്ഷെ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും വില. ഇപ്പം ഞാൻ അവിടെ ഒരു ചക്ക മുറിച്ച് വിൽക്കുന്നുണ്ട്. അവിടെ ഞാൻ വീഡിയോ എടുത്തില്ല. ചക്കച്ചോളയ്ക്ക് കിലോന് 50 രൂപയാണ് വില പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിലും നാട്ടിലേക്കാട്ടിലും കൂടുതൽ വിലയായിട്ട് തോന്നി. ഈ വെള്ളുള്ളിയൊക്കെ നാട്ടിലേക്കാട്ടിലും വില കൂടുതലാണ്. നാമക്കൽ ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ മാർക്കറ്റ് കണ്ടത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത വീഡിയോ നാമക്കൽ ഫോർട്ടിന്റെ മുകളിൽ നിന്നാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും നന്ദി.